വെറുക്കുന്നതിനെ ആശ്ലേഷിക്കുക. റോമാ നഗരത്തിലെ തീർത്ഥാടനം കഴിഞ്ഞ് ഫ്രാൻസിസ് വീട്ടിൽ തിരികെ എത്തി. തൻ്റെ മകൻ റോമിൽ നടത്തിയ പേക്കൂത്തുകൾ ഇതിനകം തന്നെ ബെർണാർഡ് പ്രഭു അറിഞ്ഞിരുന്നു. ഒരു പുതിയ വസ്ത്രവും വാങ്ങി ധരിച്ച് വീട്ടിലെത്തിയ ഫ്രാൻസിസിനെ പിതാവ് ക്രൂരമായി മർദ്ദിച്ചു. അതിനുശേഷം ഒരു മുറിയിലിട്ട് പൂട്ടി. എന്നാൽ ഭർത്താവ് പോയ തക്കത്തിന് പാവം അമ്മ ഫ്രാൻസിസിനെ തുറന്നുവിട്ടു. അടുത്ത ദിവസം ഫ്രാൻസിസ് തൻ്റെ വെള്ളക്കുതിരയുടെ പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. യാത്രയ്ക്കിടയിൽ ഫ്രാൻസിസ് വിജനമായൊരു തെരുവിലെത്തി. അപ്പോഴിതാ എതിരെ വരുന്നു വികൃതരൂപിയായ ഒരു കുഷ്ഠരോഗി. കുഷ്ഠരോഗത്തിൻ്റെ ആധിക്യത്താൽ വിരലുകളെല്ലാം ദ്രവിച്ചു പോയി തീർന്നിരിക്കുന്നു. ദേഹമാസകലം വ്രണങ്ങൾ പഴുപ്പ് പൊട്ടി ഒഴുകുന്നു. ആ രൂപത്തെ ഫ്രാൻസിസ് ഒന്നേ നോക്കിയുള്ളൂ. അയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ഫ്രാൻസിസ് തൻ്റെ കുതിരയെ അതിവേഗം ഓടിച്ചു. ഈ ലോകത്തിൽ ഫ്രാൻസിസ് ഏറ്റവും അധികം വെറുത്തത് കുഷ്ഠരോഗികളെയാണ്. അവരുടെ അടിഞ്ഞു നാറുന്ന ശരീരത്തെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ ഓക്കാനം വരും. നിമിഷങ്ങൾക്കകം അയാളിൽ നിന്ന് പാഞ്ഞകന്ന ഫ്രാൻസിസ് തന്നെ ആരോ വിളിക്കുന്നത് പോലെ തോന്നി. ഫ്രാൻസിസ്, നിൽക്കവിടെ. അദ്ദേഹം കുതിരയെ നിർത്തി. ഒരു ഭീരുവാകരുത്. എവിടെ നിന്റെ ആദർശങ്ങൾ? പാവങ്ങളോടും യാചകരോടും നീ കാണിച്ച ആത്മാർത്ഥത കാപട്യമാണോ? സത്യസന്ധമാണെങ്കിൽ ദരിദ്രരിൽ ദരിദ്രനും യാചകരിൽ യാചകനുമായ ഈ പാപത്തിൽ എന്തുകൊണ്ട് നിനക്ക് യേശുവിനെ കാണാൻ കഴിയുന്നില്ലേ? നീ എന്തിന് അയാളിൽ നിന്ന് ഓടിയകലുന്നു? മനസാക്ഷിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഫ്രാൻസിസ് നിശബ്ദനായി നിന്നു. വൈകിയില്ല. ഫ്രാൻസിസിൻ്റെ മുഖത്ത് നിശ്ചയദാർഢ്യം കളിയാടി. അദ്ദേഹം കുതിരയെ തിരിച്ചുവിട്ടു. ആ വിരൂപനായ കുഷ്ഠരോഗിയുടെ മുമ്പിലെത്തി. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചു എന്ന സ്വാന്തനം ഫ്രാൻസിസ് ഓർമ്മിച്ചു. അദ്ദേഹം കുതിരപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങി. മുന്നിലെ കുഷ്ഠരോഗിയുടെ ഇതാ ക്രിസ്തു തൻ്റെ മുമ്പിൽ. അദ്ദേഹം അയാളെ കെട്ടിപ്പിടിച്ചു. ആത്മധൈര്യത്തോടെ ആ കവിൾത്തരത്തിൽ ചുംബിച്ചു. ഇന്നേ വരെ താൻ ഏറ്റവും വെറുത്തിരുന്ന തനിക്ക് ഏറ്റവും സന്തോഷം പകർന്നു തന്നു. മനസ്സിന് മാധുര്യം പകരുന്നു. ലൗകികവും അനിർവാചനീയവുമായ മാധുര്യം. ഫ്രാൻസിസിന് സന്തോഷമായി. ഈ വിവരങ്ങളും വീട്ടിൽ അറിഞ്ഞ ബെർണാർഡിൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുമന്നു. കരിപൂണ്ട ബെർണാർഡ് ഫ്രാൻസിസിനെ കഠിനമായി മർദ്ദിച്ചു. തടസ്സം പിടിക്കാൻ ചെന്ന പക്കയെ അയാൾ ഭയപ്പെടുത്തി ഓടിച്ചു. അതിനുശേഷം അയാൾ ഫ്രാൻസിസിനെ മുറിയിലിട്ട് പൂട്ടി. ഇവന് ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം കൊടുത്താൽ നിനക്കും ഇതായിരിക്കും അനുഭവം. ഭാര്യയോട് ആക്രോശിച്ച ശേഷം അദ്ദേഹം ചവിട്ടിക്കുലുക്കി നടന്നുപോയി. എന്നാൽ ഫ്രാൻസിസ് വ്യാപാരത്തിനായി ദൂരദേശത്തേക്ക് പോയ തക്കം നോക്കി മിക്ക മകനെ വീണ്ടും തുറന്നുവിട്ടു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഫ്രാൻസിസ് കുഷ്ഠരോഗിയുടെ ഒരു കോളനിയിലേക്ക് പോയി അവരെ ശുശ്രൂഷിക്കുന്നതും ഇടപഴകുന്നതും സ്വന്തം ദൗത്യമായി ഏറ്റെടുത്തു. വിശുദ്ധ ഫ്രാൻസിസെ കുഷ്ഠരോഗിയെ ചുംബിച്ചുകൊണ്ട് ദരിദ്രരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചാണ് ദാരിദ്ര്യം ശിരസാ വഹിച്ച് ദാരിദ്ര്യത്തിൻ്റെ വ്യക്തിയായി മാറി അനേകായിരങ്ങൾക്ക് ആശയവും ആദർശവും പകർന്നു തന്ന ഫ്രാൻസിസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും വന്ന യേശുവിനെ അനുകരിക്കുവാൻ ഞങ്ങളെയും ശക്തിപ്പെടുത്തണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.